കല്ലാരും കല്ലെറിഞ്ഞി, കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞി, ആ കല്ലു പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ, വില്ലുവണ്ടിയേറി പായുമ്പോൾ എന്നോട് തലപ്പാവിനെന്തു തിളക്കം, തലപ്പാവിനെന്തു തിളക്കം, എന്റെ തലപ്പാവിനെന്തു തിളക്കം. ആരവങ്ങൾ ഉയരുന്ന വേദിയിൽ ആയിരങ്ങളുടെ ഹൃദയമിടിപ്പിൽ തീ പടർത്തുന്ന വാക്കും വരികളും ചടുല താളങ്ങളുമായി ഹിരൺദാസ് മുരളി എന്ന വേടൻ പാടുകയും പറയുകയുമാണ്. അതെ, ആരാണ് വേടൻ? കലയുടെ പേരിൽ നാം സങ്കല്പിച്ചു വെച്ചിരുന്ന വ്യാജ സൗന്ദര്യ ലാവണ്യങ്ങളുടെയും പാരമ്പര്യവാദങ്ങളുടെയും നട്ടെല്ല് തകർക്കാൻ കരുത്തുള്ളതാണ് ആ ശബ്ദം, ആ ശരീരഭാഷ, വെടിമരുന്നൊളിപ്പിച്ച വരികൾ. നീർനിലങ്ങളിന്നടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചതെത്ര പേര്, മുതുകൂനി തലകൾ താണുമിനിയും എത്ര നാള്. അരികുവൽക്കരിക്കപ്പെടുന്ന ഒരു ലോകത്തിന്റെ ഇരുട്ടിന് മുകളിലേക്ക് ആ പാട്ടുകളുടെ വെട്ടം ഒരു സെർച്ച് ലൈറ്റിൽ നിന്നെന്ന പോലെ വന്നു വീഴുന്നു. ഇരുട്ടിൽ നിന്നും അനീതയുടെയും അസമത്വത്തിന്റെയും നേർചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നു. മടക്കിവെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാം വാ എന്നയാൾ വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു തിര ഉയരുകയാണ്. ജാതിവരേണ്യതയുടെ വിഷലിപ്തമായ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് അനഭിതനാകുന്നു എന്നത് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ മേന്മ. വേടനെതിരെ എൻഐഎക്ക് പരാതി കൊടുക്കുന്ന തരത്തിലുള്ള നിലപാടുകളും വർഗീയ തിട്ടൂരങ്ങളും BJP സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ വേടന്റെ ശബ്ദത്തിന് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾക്ക് കൂട്ടും കാവലുമാവുകയാണ് യുവധാരയുടെ കർത്തവ്യമെന്ന് ഞങ്ങൾ കരുതുന്നു. വേടന്റെ പാട്ടിലെ വരികളോട് പല രീതിയിലും പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആഗോള രാഷ്ട്രീയമടക്കം വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന വിവരങ്ങളിലെ പാശ്ചാത്യ അജണ്ടകളുടെ സ്വാധീനം വേടന്റെ വരികളിൽ പ്രതിഫലിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയായി മാറാനും ആ കാരണത്താൽ അയാൾ ആക്രമിക്കപ്പെടാനും പാടില്ല എന്നത് തന്നെയാണ് യുവധാരയുടെ നിലപാട്. ഡിവൈഎഫ്ഐയുടെ മുഖമാസികയായ യുവധാരയുടെ ഈ ലക്കം പ്രധാനമായും വേടന്റെ പാട്ടുകളെക്കുറിച്ചും പല ദേശങ്ങളിലായി, പല കാലങ്ങളിലായി, പല സംസ്കാരങ്ങളിലായി പരന്നുകിടക്കുന്ന റാപ്പ് സംഗീതത്തെക്കുറിച്ചും മറ്റു വിവിധ തലത്തിലുള്ള സംഗീത ശാഖകളെക്കുറിച്ചും അതിന്റെ വളർച്ചയുടെയും പരിണാമങ്ങളുടെയും നാൾ വഴികളെക്കുറിച്ചുമുള്ള മികവുറ്റ ലേഖനങ്ങളുടെ അകമ്പടിയോടെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലും നിലപാടുകളിലും എന്നും വേറിട്ട ശൈലി പിന്തുടരുന്ന യുവധാരയിൽ പല ദേശങ്ങളിലായി, പല കാലങ്ങളിലായി, പല സംസ്കാരങ്ങളിലായി പരന്നുകിടക്കുന്ന റാപ്പ് സംഗീതത്തെക്കുറിച്ചും വൈവിധ്യപൂർണമായ അതിന്റെ വേരുകളെക്കുറിച്ചും രാഷ്ട്രീയ മാനങ്ങളെക്കുറിച്ചും കവിയും നോവലിസ്റ്റും വാദ്യകലാകാരനും നിരൂപകനുമായ മനോജ് കുറൂർ എഴുതുന്നു. പുതിയ കാലത്തിന്റെ പാട്ടുകാർക്കിടയിൽ പല റാപ്പർമാരും ഉദിച്ചു വന്നു. അവരിലെ വേറിട്ട സ്വരമായത് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹിരൺദാസ് മുരളി എന്ന വേടനാണ്. ആ പാട്ടുകളും ജീവിതവും അതിന്റെ രാഷ്ട്രീയവും ഈ ലക്കം യുവധാരയിൽ സമഗ്രമായി എഴുതുകയാണ് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും തിരക്കഥാകൃത്തും നടനുമായ KB വേണു. മലയാളത്തിലെ ആദ്യത്തെ റാപ്പുകളിൽ ഒന്നായിരുന്നു മുഹസിൻ പരാരിയുടെ നേറ്റീവ് ബാപ്പ എന്ന ആൽബം. അതിനു മുൻപേ തന്നെ മലയാളത്തിൽ ഉണ്ടായിരുന്ന റാപ്പ് സ്വാധീനങ്ങളെക്കുറിച്ചും പുതിയ റാപ്പ് ട്രെൻഡ് മലയാള സംഗീതത്തിൽ ഉണ്ടാക്കിയ വലിയ മാറ്റത്തെക്കുറിച്ചും തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ മൂരി എഴുതുന്നു. ലജ്ജാവതിക്കാലം മുതലുള്ള മാറ്റങ്ങളെക്കുറിച്ചും ഹിപ്ഹോപ്പിലും റാപ്പിലുമായി നടക്കുന്ന പുതിയ പരീക്ഷണങ്ങളെക്കുറിച്ചും സജീവമായ മലയാള സംഗീതത്തെക്കുറിച്ചും സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റ് സംസാരിക്കുന്നുണ്ട് ഈ ലക്കം യുവധാരയിൽ. റാപ്പ് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ സംഗീത മേഖലയും അതിന്റെ വളർച്ചയും പരിണാമങ്ങളും അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയ മാനങ്ങളും വിശദീകരിക്കുകയാണ് പിന്നണി ഗായികയും സിനിമാ പ്രവർത്തകയും പെർഫോമിംഗ് ആർട്ടിസ്റ്റുമായ രശ്മി സതീഷ്. മലയാള ഗാനശാഖയെക്കുറിച്ചും പുതിയ തലമുറയുടെ സംഗീത ആസ്വാദന ലോകത്തെക്കുറിച്ചും ജനപ്രിയമായിക്കൊണ്ടിരിക്കുന്ന അതിന്റെ നൂതന വഴികളെക്കുറിച്ചും പ്രശസ്ത സംഗീത സംവിധായകൻ ബിജിപാൽ യുവധാരയിലൂടെ മനസ്സ് തുറക്കുന്നു. തങ്ങളെ കീഴ്പ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും ധീരമായി ചെറുക്കുകയാണ് ക്യൂബൻ ജനത. അവർ തങ്ങളുടെ രാജ്യത്തെ വിരോചിതമായി പ്രതിരോധിക്കുകയാണ്.
സാമ്രാജ്യത്വം സൃഷ്ടിച്ച പ്രതിസന്ധിയെ മറികടക്കാൻ ലോകം ക്യൂബയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്യേണ്ട സമയം ഇതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് തന്റെ ലേഖനത്തിലൂടെ. കവിതയിൽ പിടിതരാതെ നീട്ടിയ ഒരു വാക്കിന്റെ മൂർച്ചയെക്കുറിച്ച് ഈ ലക്കം യുവധാരയിൽ പ്രശസ്ത കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതുന്നു ഒരു വാക്കിന്റെ കഥ. ഷെരീഫ് ചുങ്കത്തറ എഴുതിയ യാത്രാക്കുറിപ്പും സനീഷ് ഇളയടത്തിന്റെ പുസ്തക വായനയും ബിലു പത്മിനി നാരായണന്റെ കവിതയും കവിയും എഴുത്തുകാരനും നാവികനുമായ നിരഞ്ജൻ ടി.ജി. എഴുതുന്ന ഭൂമി മലയാളം എന്ന പംക്തിയും ഒക്കെയായി വായനാനുഭവത്തിന്റെ പുത്തൻ ഭാവുകങ്ങൾ തീർക്കുകയാണ് യുവധാര. യുവധാര ഒരു പ്രതീക്ഷയാണ്. അക്ഷരക്കൂട്ടിൽ ചാലിച്ചെടുത്ത പ്രതിരോധവും ഓർമ്മപ്പെടുത്തലുമാണ്. മാനവികതയും സർഗാത്മകതയും നവസാങ്കേതികതയും ഒത്തുചേരുന്ന സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഒരിടം. വരിക, ആസ്വാദകരാകുക, ഒപ്പം സഞ്ചരിക്കുക.